തിരുവനന്തപുരം മുതലപ്പൊഴി തുറമുഖ അഴിമുഖത്ത് മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് തൊഴിലാളി മരിച്ചു. അഞ്ചുതെങ്ങ് സ്വദേശി വിക്ടറാണ് മരിച്ചത്. 50 വയസ്സായിരുന്നു. മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങി വരവെ അഴിമുഖത്തുണ്ടായ ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം തലക്കീഴായി മറിയുകയായിരുന്നു. രാവിലെ 5:30-നും അതേ സ്ഥലത്ത് അപകടമുണ്ടായി. അഞ്ചുതെങ്ങ് തോണിക്കടവ് സ്വദേശി സ്റ്റാലിൻ നീന്തി രക്ഷപ്പെടുകയായിരുന്നു. 5:30 മണിക്ക് ശേഷം ചെറിയ വള്ളം പറഞ്ഞു. റെസ്ക്യൂ ബോട്ട് അവിടെ കിടപ്പുണ്ട്, മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ പാടത്തോണി. അതിന് വള്ളം പോയി റെസ്ക്യൂ വരാത്ത നമ്മൾ റെസ്ക്യൂ ചെയ്തിട്ട് വന്നതിന് ശേഷം വള്ളം ചോദിച്ചാൽ പറയുന്നത് അതിൽ എഞ്ചിൻ കംപ്ലൈന്റ് ആണെന്ന്. എഞ്ചിൻ കംപ്ലൈന്റ് ആയ സാധനം ഇവിടെ ഇട്ടേക്കുന്നത് ഒന്ന്. രണ്ടാമത് വള്ളത്തിൽ ഒരു ഡ്രൈവർ മാത്രമേ ഉള്ളൂ. 2 ഡ്രൈവർ ഒരാളതിന് ആ ഡ്രൈവറില്ലാതെയാണ് നടക്കുന്നത്. ഒരാൾ നടക്കുന്നത്. ഈ വള്ളം ഇത്രയും ആൾക്കാരെ എടുത്തിട്ട് റെസ്ക്യൂവിന് ഈ പകല് സംഭവിച്ചിട്ട് ഈ പടിഞ്ഞാറ് വരാൻ പറ്റാത്തവരെ പിന്നെ എന്തിനാണ് അവിടെ ഡ്രൈവറായിട്ട് ഇട്ടേക്കുന്നത്? ഒരാൾ നല്ല അടി കിട്ടി. രണ്ടാമത്തെ കടലിലൂടെ കിട്ടിയെന്നുണ്ടെങ്കിൽ ആൾ മരിച്ച് മരണപ്പെട്ടല്ലേ? ആര് കൊടുക്കും? ഇവർ കൊടുക്കും. ഇവിടെ നിരന്തരമായിട്ട് അപകടങ്ങൾ നടന്നിട്ടിരിക്കുകയാണ്. ഈ നിരന്തരം അപകടം നടന്നിരിക്കുമ്പോൾ ഈ റെസ്ക്യൂ ടീമുകൾ ജാഗ്രതയായിട്ട് നിൽക്കാനുള്ളതിന് വേണ്ടി അശ്രദ്ധയായിട്ടാണ് മൊത്തത്തിൽ അവിടെ നിൽക്കുന്നത്. ഒരു ശ്രദ്ധയില്ല അവർക്ക്. നല്ല രീതിക്ക് സ്വിമ്മിംഗ് പോലും അറിയാത്തവരാണ് ഇപ്പോൾ മൊത്തത്തിൽ കയറിയിരിക്കുന്നത്. എഞ്ചിൻ ഓടിക്കാൻ വേണ്ടി അത്ര കഴിവില്ലാത്ത ടീമുകളാണ് ഇപ്പോൾ അതിൽ കയറിയത്. ഒരു കടലിൽ വന്ന് അടച്ചു കഴിഞ്ഞിരുന്ന അങ്ങോട്ട് പോകാനും വരാനും പറ്റാത്ത ആൾക്കാരാണ് ഇപ്പോൾ ഡ്രൈവറായിട്ട് അവിടെ നിയമിച്ചിരിക്കുന്നത്. അതെന്താണെന്നുള്ള ഇത് നമുക്ക് കറക്റ്റായിട്ടുള്ള നടപടി കിട്ടണം അതിൽ. രാഹുൽ ജി നാഥ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. രാഹുൽ, ഇന്നത്തെ ദിവസം മാത്രം 2 അപകടങ്ങൾ ഉണ്ടായിരിക്കുന്നു. അതിലൊരു ജീവൻ നഷ്ടപ്പെട്ടു, ഒരാൾ അത്ഭുതകരമായി നീന്തി രക്ഷപ്പെട്ടു. മുതലപ്പുഴയിൽ എത്ര അപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്? അവർ ചോദിക്കുന്നത് ഞങ്ങളെ കൊല്ലാൻ വിട്ടിരിക്കുകയാണോ എന്നാണ്. ഈ ജാഗ്രതാ മുന്നറിയിപ്പുകളൊക്കെ നൽകാം, ബന്ധനത്തിന് വിലക്കുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയാം. പക്ഷെ അവരുടെ ജീവനോപാധിയാണ്. പോയി മീൻ പിടിച്ചു കൊണ്ടുവന്ന് വിറ്റാലല്ലേ ജീവിക്കാൻ കഴിയുള്ളൂ എന്നവർ ചോദിക്കുമ്പോൾ എന്ത് ജാഗ്രതാ നിർദ്ദേശമാണ് അവർക്ക് മുന്നിൽ വെക്കേണ്ടത്? അത് തീർച്ചയായും വർഷങ്ങളായി തുടരുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രശ്നം, ഭൂമിശാസ്ത്രപരമായി നിലവിലുള്ള പ്രശ്നം അവർ പറയുന്നുണ്ട്. അതെല്ലാം പറയുമ്പോഴും ഏതാണ്ട് 72ാമത്തെ ജീവനാണ് ഇന്ന് രാവിലെയോടുകൂടി മുതലപ്പൊഴിയിൽ നഷ്ടമാകുന്നത്. മുതലപ്പൊഴിയെ മരണപ്പൊഴി എന്ന് തന്നെയാണ് ഇവിടെ താമസിക്കുന്നവർ വിളിക്കുന്നതെങ്കിലും അത് സൂചിപ്പിച്ചതുപോലെ ഉപജീവനത്തിനായി പോകാൻ മറ്റു മാർഗങ്ങളില്ലാത്തവർ ഈ പറയുന്ന മരണപ്പൊഴിയും താണ്ടി ആണ് മത്സ്യബന്ധനത്തിന് പോകുന്നത്. ഇന്ന് രാവിലെ 2 അപകടങ്ങൾ ഉണ്ടായത്. ഒന്ന് പുലർച്ചെ 1:30 മണിക്കാണ് ആദ്യ അപകടം ഉണ്ടാകുന്നത്. അതിൽ അഞ്ചുതെങ്ങ് സ്വദേശി വിക്ടറിന് ജീവൻ നഷ്ടമാകുന്നു. മത്സ്യബന്ധനം കഴിഞ്ഞ് തിരിച്ച് അഴിമുഖത്തേക്ക് വരുമ്പോൾ എപ്പോഴും അപകടം നടക്കുന്ന ഹാർബറിന്റെ കവാടത്ത് ഈ അപകടം ഉണ്ടാകുന്നത്. ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം തലകീഴായി മറിയുകയായിരുന്നു. ആ വള്ളത്തിൽ ഒപ്പം ഉണ്ടായിരുന്ന 3 പേർ നീന്തി രക്ഷപ്പെടുന്നു. അങ്ങനെ ഭാഗ്യം തുണയ്ക്കുന്ന ചിലരുണ്ട്. ആ ആളുകൾ നീന്തി രക്ഷപ്പെടുന്ന കാഴ്ചയും ഇവിടുന്ന് കാണാം. ദൗർഭാഗ്യവശാൽ ഇന്ന് ഒരാളുടെ ജീവൻ നഷ്ടമാവുകയാണ്. 5:30-ക്കും പിന്നീട് രണ്ടാമത്തെ അപകടം ഉണ്ടാകുന്നത് 5:30 മണിക്കാണ്. 5:30 മണിക്ക് വെള്ളത്തിലുണ്ടായിരുന്ന സ്റ്റാലിൻ എന്നയാൾ നീന്തി രക്ഷപ്പെടുകയാണ്. അത്തരത്തിൽ കടലിലേക്ക് പോയാൽ തിരിച്ചെത്താമെന്നുള്ള പ്രതീക്ഷ അത് എത്തരത്തിലാണ് അവർക്ക് പങ്കുവയ്ക്കാൻ കഴിയുക എന്നവർ ചോദിക്കുകയാണ്. ഇന്ന് വിവരങ്ങൾ നൽകിയത്. 70-ലേറെ ആളുകൾ ഇത്രയും ചുരുങ്ങിയ കാലത്തിനിടയിൽ മരണപ്പെട്ടിട്ടുണ്ട്. മുതലപ്പുഴയിലൂടെ കടലിലേക്ക് പോവുകയും തിരികെ വരികയും ചെയ്യുന്ന ആളുകളുടെ ജീവന് ഒരു സുരക്ഷയുമില്ലാത്ത സാഹചര്യമാണ്.